പെയ്തൊഴിയാത്ത നൊമ്പരങ്ങൾ. നമുക്ക് കഥ തുടരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അലച്ചിലുകൾക്കൊടുവിൽ വീണ്ടും മറ്റൊരു പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും അവിടെയും കഷ്ടപ്പാടുകൾക്ക് കുറവില്ലായിരുന്നു. പിതാവിൻ്റെ വരുമാനം പകുതിയിലേറെ മദ്യശാലകളിൽ തന്നെ അവസാനിച്ചു കൊണ്ടിരുന്നു. കുട്ടികൾക്കൊരു ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കാൻ പോലും ആ അമ്മയ്ക്ക് വളരെയധികം വിഷമിക്കേണ്ടി വന്നു. ഇല്ലായ്മയുടെ നാളുകൾ അവർ നിശബ്ദമായി അതിജീവിച്ചു. ആ അമ്മ ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ടായിരുന്നു. പിതാവ് മദ്യപാനിയായിരുന്നെങ്കിലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ആ മക്കളോട് വലിയ സ്നേഹമായിരുന്നു. എത്ര സ്നേഹിച്ചാലും അച്ഛൻ കുടിച്ചു വരുമ്പോൾ ആ കുഞ്ഞു മനസ്സ് വേദനിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വാടക വീട്ടിൽ നിന്നും അവർക്ക് മറ്റൊരു വാടക വീട്ടിലേക്ക് വീണ്ടും മാറി താമസിക്കേണ്ടി വന്നു. ആ പുതിയ വാടക വീട്ടിലെ ജീവിതം കൂടുതൽ വിഷമകരമായിരുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥ ഒരു വല്ലാത്തൊരു ദുഷ്ടയായിരുന്നു. ഈ കുടുംബം ഭക്ഷണം കഴിക്കുമ്പോൾ അടുപ്പിലെ ചാരം ഊതി പറപ്പിക്കുകയും അസഭ്യവാക്കുകൾ പറയുകയും അവരുടെ സ്ഥിരം ചെയ്തികളായിരുന്നു. മദ്യപാനിയും ഉത്തരവാദിത്തങ്ങളില്ലാതെ ജീവിക്കുമെങ്കിലും ആ അച്ഛൻ ആരോടും വഴക്കിന് പോകുമായിരുന്നില്ല. ആ സ്ത്രീയുടെ ഈ ചെയ്തികൾ കണ്ട് അയാൾ നിശബ്ദനായിരുന്നു.